ഹലോ എവ്രി വൺ. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എനിക്ക് ആദ്യം പറയാനുള്ളത് താങ്ക്സ് ആണ്. അത് ഇവിടെ ഈ ടെലഗ്രാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. കിരൺ സ്റ്റഡി സർക്കിളിന്റെ ടെലഗ്രാം ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പോൾ ഞാൻ PSCക്ക് അല്ലെങ്കിൽ UPSCക്ക് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് എല്ലാവരും കൂടി ചേർന്ന് നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പ് ചാനൽസ് തുടങ്ങിയായിരുന്നു. ഇപ്പൊ എക്സാമിന്റെ ഒരു വലിയ ചാകരയൊക്കെ തീർന്ന് പുതിയ എക്സാം കലണ്ടർ വന്നിരിക്കുകയാണ് PSCയുടെ സമയത്ത്. സോ ആ സമയത്ത് കുറെ സ്റ്റുഡൻസ് എന്നോട് പറഞ്ഞായിരുന്നു ഇതുപോലെ ഒരു ചാനൽ തുടങ്ങിയിട്ട് അതിൽ ക്ലാസ്സസ് ഇടുവാണോ സ്ട്രാറ്റജി ഇടുവാണെങ്കിൽ കുറെ കൂടി ബെറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ അവരോട് എല്ലാവരും എനിക്ക് താങ്ക്സ് ഉണ്ട്. എല്ലാ സ്റ്റുഡൻസിനോടും താങ്ക്സ് ഉണ്ട്. നല്ല നല്ല ഫീഡ്ബാക്ക് ആണ് എനിക്ക് തന്നിരുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു പോസിറ്റീവായിട്ട് എനിക്ക് വീണ്ടും ക്ലാസ് എടുക്കാനും കണ്ടിന്യൂ ചെയ്യാനും ഇങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഒരു പ്രചോദനമായിട്ട് വന്നിരിക്കുന്നത്. സോ നിങ്ങൾ ഫസ്റ്റ് ടൈം കാണുന്ന ആളാണെങ്കിൽ എൻ്റെ പേര് കിരൺ എന്നാണ്. ഞാൻ PSCക്ക് പഠിപ്പിക്കുന്നു. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ചാനൽ ഉണ്ട്, കിരൺ സ്റ്റഡി സർക്കിൾ 123. ഇത് രണ്ടും ടെലഗ്രാം ചാനലാണ്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നത്. ഈ വീഡിയോ മൊത്തമായി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, അതായത് ഇതുകൊണ്ട് ഉപകാരം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, എല്ലാവർക്കും സ്പ്രെഡ് ചെയ്യണം കൊണ്ട് കാര്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഡൗട്ട് എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ ഈ ചാനലിൽ ഇടുക. അതേപോലെ ആ ബെൽ ഐക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പൊ അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായി കിട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, താങ്ക്സ്. അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ചോദിച്ചിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാം ആയിട്ടുള്ള സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന എക്സാമിന്റെ സ്ട്രാറ്റജി. എങ്ങനെയാണ് ഈ എക്സാം നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോകുന്നത്? ഈ ഒരു 1 ഇയർ പീരീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും. അതിനുശേഷം നമുക്ക് പ്രിലിംസ് ഉണ്ടാവും, അതിനുശേഷം മെയിൻസ് ഉണ്ടാവും, അതിനുശേഷം ഇന്റർവ്യൂ ഉണ്ടാവും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് നമുക്ക് ലിസ്റ്റ് വരുന്നത്. ഇതിനൊരു 1 ഇയർ പീരീഡ് എടുക്കും. ഈ 1 ഇയർ പീരീഡ് നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എങ്ങനെ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാം PSCയുടെ ഈ മാറിയ കാലഘട്ടത്തിൽ എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇതൊരു വലിയ സ്ട്രാറ്റജിക് പാറ്റേൺ ആണ്. അതിന്റെ ആദ്യത്തെ പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് ബാക്കി വരുന്ന വീഡിയോസിൽ ചെയ്യാം. ഓക്കെ, അപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നൊരു ഐഡിയനെ കുറിച്ച് നന്നായി കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് അതിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഇപ്പോ നടക്കുന്ന എല്ലാവർക്കും, കാരണം PSC എഴുതിയ എല്ലാവർക്കും അല്ലെങ്കിൽ എഴുതാൻ പോകുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത്. പ്രിലിംസ് 100 മാർക്സ് ആണ്, മെയിൻസിൽ പേപ്പർ 1 പേപ്പർ 2 രണ്ടും കൂടി 200 മാർക്സ് ഉണ്ട്, ഇന്റർവ്യൂ ഉണ്ട്. സാധാരണ നടക്കുന്ന ഒരു ഡിഗ്രി എക്സാമിനെക്കാളും ഇപ്പോ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് നമുക്ക് മാറ്റം വന്നിരിക്കുന്നത് പഞ്ചായത്ത് സെക്രട്ടറിയിലാണ്. ഈ പഞ്ചായത്ത് സെക്രട്ടറിയുടെ മെയിൻസോടെ നമുക്ക് മെയിൻസിൽ ഒരു പേപ്പറിനൊഴികെ 2 പേപ്പറായിട്ട് അത് വന്നിട്ടുണ്ട്. പേപ്പർ 1 എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ എന്താണോ കാണുന്നത് ആ രീതിയിൽ തന്നെയാണ് നമുക്ക് പേപ്പർ 1 കാണുന്നത്. പാറ്റേൺ, അതായത് ക്വസ്റ്റ്യൻ പാറ്റേൺ ചോദിക്കുന്ന അല്ലെങ്കിൽ നമ്പർ ഓഫ് മാർക്സിന്റെ ഡിവിഷൻ, അതിൽ നമുക്ക് വ്യത്യാസം കാണുന്നുണ്ട്. അതേപോലെ തന്നെ ആയിരിക്കും മെയിൻസ് പേപ്പർ 1 ഉണ്ടാവുക എന്ന് 90% നമ്മൾ ഉറപ്പിക്കുന്നു. ഓക്കെ, പേപ്പർ 2 പഞ്ചായത്ത് സെക്രട്ടറിക്ക് അവരുടേതായ ഒരു പഞ്ചായത്ത് സെക്രട്ടറിക്ക് ആവശ്യമുള്ള ഡീസെൻട്രലൈസ് പ്ലാനിങ്, ഡെമോക്രാറ്റിക് ഡീസെൻട്രലൈസേഷൻ, അർബൻ ഗവർണൻസ്, ഇങ്ങനെ തുടങ്ങിയ സ്പെഷ്യൽ ആയിട്ടുള്ള ടോപ്പിക്സും, എന്താണ് പഞ്ചായത്ത്, ഗാന്ധിജി എന്താണ് പറയുന്നുള്ള ഒരുപാട് കാര്യങ്ങൾ എല്ലാം കൂടി ചേർത്ത് ആ ഒരു പേപ്പർ 2 ഇട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആവുമ്പോൾ ആ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് എന്താണ് അറിയേണ്ടത്? ഭരണനിർവഹണം, അതായത് എങ്ങനെയാണ് ഒരു സെക്രട്ടേറിയറ്റ് ഭരിക്കുന്നത്, എങ്ങനെയാണ് ഗവൺമെന്റ് ഭരണം നടത്തുന്നത്, താഴെ ആരൊക്കെ വരുന്നത്, എന്തൊക്കെയാണ് അതിന്റെ പ്രോസസ് സ്ട്രക്ചർ എന്നുള്ളതൊക്കെ ആയിരിക്കും പേപ്പർ 2 ഉണ്ടാവുക എന്ന് നമ്മളിപ്പോൾ അനുമാനിക്കുന്നു. അത് പേപ്പർ 2 വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി മൂന്നാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്റർവ്യൂ ആണ്. ഈ 3 ഭാഗങ്ങളാണ് നമുക്ക് എക്സാം പാറ്റേൺ ആയിട്ട് ഇപ്പൊ നമ്മുടെ കയ്യിൽ അറിവുള്ളത്. നോട്ടിഫിക്കേഷൻ അറൌണ്ട് ഡിസംബറിൽ വരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് എങ്ങനെയാണ് ഈ 3 സ്റ്റേജ്, എന്താണ് ഈ 3 സ്റ്റേജിന്റെ ഇമ്പോർട്ടൻസ്, എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ സ്ട്രാറ്റജിയിൽ നമ്മൾ എന്തൊക്കെയാണ് ആദ്യമായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? ഒന്ന്, എക്സാം. എക്സാം പാറ്റേൺ മാറി മാറി എന്ന് പറയുന്നുണ്ട്. കറക്റ്റ് ആയിട്ട് എന്താണ് എക്സാം പാറ്റേൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? 2, ഒരു എക്സാം ആണെങ്കിൽ കോമ്പറ്റീഷൻ ഉണ്ടാവും. ആരാണ് നമ്മുടെ കോമ്പറ്റീഷൻ? കോമ്പറ്റീഷൻ ആരാന്ന് അറിയാതെ ചുമ്മാ പഠിച്ചിട്ട് യാതൊരു കാര്യമില്ല. അപ്പൊ എന്താണ് കോമ്പറ്റീഷൻ, ആരാണ് കോമ്പറ്റീഷൻ, നമ്മൾ എന്ത് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. മൂന്നാമത്തെ, നമ്മളൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നു ന്യൂ PSC മോഡലിനനുസരിച്ച്.
നാലാമത്തെ എന്താണ് സ്മാർട്ട് സ്റ്റഡി നമ്മൾ മനസ്സിലാക്കുന്നു. ഇതാണ് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, എക്സാം എന്താണെന്നുള്ളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. അപ്പൊ അത് ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പ്രിലിംസ് ആണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാം ആണ്. ക്വാളിഫയിങ് എക്സാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മെയിൻസിൽ എത്തുന്നു. നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് നിശ്ചയിക്കുന്നത് മെയിൻസ് ആണ്. പ്രിലിംസ് നിങ്ങൾ 90 മാർക്ക് വാങ്ങിയാലും 100 മാർക്ക് വാങ്ങിയാലും ഒരു കാര്യമില്ല. വേണമെങ്കിൽ ഫ്രണ്ട്സിനോടോ അധ്യാപകരോടോ അല്ലെങ്കിൽ ആരോടെങ്കിലും ഒക്കെ പറയാം, എന്ത്, എനിക്ക് പ്രിലിംസ് എന്തുണ്ടായിരുന്നു, 90 ഉണ്ടായിരുന്നു. നമുക്ക് 90 വേണ്ടത് മെയിൻസിലാണ്. അപ്പൊ ഇതിൽ കാണുന്ന കുറെ പേര്, സാർ ഞങ്ങൾക്ക് 90 മാർക്കൊന്നും ഇപ്പൊ കിട്ടുന്നില്ല, ഓക്കെ അല്ലേ? നമുക്കത് കിട്ടാനുള്ള വകുപ്പുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നമുക്ക് എന്താ നോക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രിലിംസിന്റെ ഇമ്പോർട്ടൻസ്. പ്രിലിംസിന്റെ ഇമ്പോർട്ടൻസ് വളരെ സിമ്പിൾ ആണ്. അതൊരു ക്വാളിഫയിങ് എക്സാം ആണ്. ഒരു ക്വാളിഫയിങ് എക്സാം എന്നതിലുപരി പ്രിലിംസിന് യാതൊരുവിധ വാല്യൂ ഇല്ല. ഇത് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് ഈ 3 പാറ്റേണുള്ള എക്സാമിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ സെക്ഷൻ. അതേതാ? പാറ്റേൺ 2. ഏതാണ് ആക്ച്വലി? നമ്മുടെ മെയിൻസ്. മെയിൻസിൽ നിങ്ങൾ സ്കോർ ചെയ്തോ നിങ്ങൾക്ക് ജോബ് ഉറപ്പാണ്. ഓക്കെ അല്ലേ? സർ ഇന്റർവ്യൂ ഉണ്ട്, ഉണ്ടായിക്കോട്ടെ. ഓക്കെ, അതിന്റെ മാർക്ക് പാറ്റേൺ വന്നിട്ടില്ല, നോ പ്രോബ്ലം. ഓക്കെ, നമുക്ക് അറിയില്ല, ഇപ്പൊ ആർക്കും അറിയില്ല, നോ ഇഷ്യൂ. എന്നാലും നമുക്ക് ഉറപ്പിക്കാം നിങ്ങൾ ജോലിയിലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് മെയിൻസ് ആയിരിക്കും. മെയിൻസിൽ നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്, ആ പേപ്പർ 1ലും പേപ്പർ 2ലും ആഡ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എത്ര മാർക്കുണ്ട്, അതിനുശേഷം ഇന്റർവ്യൂവിന് 20ഓ 30ഓ 50ഓ എത്രയോ വെച്ചാൽ മാർക്ക് വന്നോട്ടെ. ഏകദേശം ഒരേ റേഞ്ചിലുള്ള മാർക്കുള്ള എല്ലാവർക്കും ഒരേ ലെവലുള്ള മാർക്കാണ് ഇന്റർവ്യൂവിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒരുവിധം നല്ല രീതിയിൽ പെർഫോം ചെയ്യുകയാണെങ്കിൽ. എന്ന് വെച്ചാൽ നിങ്ങൾ ടോപ്പ് ആണോ അല്ലെങ്കിൽ താഴെയാണോ അല്ലെങ്കിൽ ജോലി ഉണ്ടോ എന്ന് ഡിസൈഡ് ചെയ്യാൻ പോകുന്നത് മെയിൻസ് ആണ്. ഇത്രയും മനസ്സിലായല്ലോ? എന്നാൽ നമ്മുടെ എക്സാമിന്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്താ? പ്രിലിംസ് ക്വാളിഫൈ ചെയ്യുക. ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആ കാര്യം കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഇനി എങ്ങനെയാണ് നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടി നോക്കുന്നത്? പ്രിലിംസിന്റെ സിലബസ് 2021 തൊട്ട് 2021 PSC ഇത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു പാറ്റേൺ. 2021 തൊട്ട് തൽക്കാലം സെയിം തന്നെയാണ്. ഇപ്പൊ വരാൻ പോകുന്ന ഈ ഡിസംബർ നോട്ടിഫിക്കേഷനിലും പ്രിലിംസിന്റെ പാറ്റേൺ ഡിഫറെന്റ് ആയിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഓക്കെ അല്ലേ? ഒരു ആവറേജ് കട്ട് ഓഫ് നമുക്ക് കാണുന്നത് 50 to 55 ആണ്. സർ ആദ്യത്തതിൽ 49 ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്. ഓക്കെ അല്ലേ? ഒരു ആവറേജ് കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ 50 to 55 മാർക്കാണ്. അതിൽ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തന്നെ നമുക്ക് 20, 20, 10, 50 മാർക്ക് നമുക്ക് അവിടെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തന്നെ ഉണ്ട്. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു 55 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, നെഗറ്റീവ്സ് ഇല്ലാതെയാണ്, 55 ക്വസ്റ്റ്യൻ കറക്റ്റ് ആയി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്തു? പ്രിലിംസ് ക്ലിയർ ചെയ്തു. ഇത് മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. സോ പറയുമ്പോൾ വളരെ എളുപ്പമാണല്ലോ. അങ്ങനെ പിന്നെ എല്ലാവരും എക്സാം ക്ലിയർ ചെയ്യേണ്ട ഒരു 15,000 തൊട്ട് 25,000 അല്ലെങ്കിൽ 15,000 പേര്, 10,000 പേരുടെ ലിസ്റ്റ് ആണല്ലോ ചിലപ്പോൾ വരുന്നത്. അത് എന്തുകൊണ്ടാണ്? അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമിന് പഠിക്കുമ്പോൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞു. ഓക്കെ, ഒരുപാട് എക്സാം ഒരുമിച്ച് എഴുതുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ ഇപ്പോ WCP എഴുതുന്നുണ്ടാവും, CP എഴുതുന്നുണ്ടാവും, LD എഴുതുന്നുണ്ടാവും, അതിനോടൊപ്പം ഓഫീസ് അസിസ്റ്റന്റ് എഴുതുന്നുണ്ടാവും. ഇങ്ങനെ എല്ലാം കൂടെ ചേർന്ന് എഴുതുന്ന, എല്ലാവരും കൂടെ എഴുതുന്ന ഒരു ആളുകളുണ്ടാവും. അപ്പൊ അവരുടെ പാറ്റേൺ, പഠിക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും. ഇപ്പൊ പുതിയ രീതിയിലുള്ള ആഴത്തിലുള്ള പഠനം ചെയ്യുന്നവരുടെ എണ്ണം കമ്പാരിറ്റീവ്ലി കൂടിയിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചു. എന്നാലും എല്ലാവരും ആ രീതിയിലേക്ക് എത്തിയിട്ടില്ല. ഇവിടെ നമുക്ക് പ്രിലിംസ് ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്നത് മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്നീ സബ്ജക്ട്സുകളാണ്. ഇതിൽ തന്നെ ഈ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം തന്നെ എല്ലാം നമുക്ക് എക്സാമുകളിൽ കിട്ടിയെന്ന് വരുന്നുമില്ല. അപ്പൊ ഈ 50-55 കിട്ടണം, മാക്സിമം അറ്റൻഡ് ചെയ്യണം, എത്രയാണ് കട്ട് ഓഫ് എന്നറിയില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? എന്തെങ്കിലും നോമിനേഷൻ മെത്തേഡ് ഉണ്ട്. അപ്പൊ ആ ഒരു ടെൻഷൻ ആയിരിക്കുന്ന സമയത്ത് ഒരുപാട് നെഗറ്റീവ്സ് വരുന്നതും ഇതെല്ലാം കൂടി ആകുമ്പോൾ ക്വാളിഫൈ ചെയ്യുന്നവരുടെ എണ്ണം കുറയുന്നതും ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്നത്. ഓക്കെ, നമുക്ക് വേണ്ടത് എത്രയാ? ഒരു 55 മാർക്ക്. ഇതിനേക്കാളും കൂടുതൽ നമുക്ക് എന്തിൽ ആവശ്യമില്ല? പ്രിലിംസിൽ ആവശ്യമില്ല. സർ നോർമലൈസേഷൻ നടക്കുന്നുണ്ട്, 3 പാറ്റേൺ ഡിഫറെന്റ് ആണ്, അതിലേക്ക് നമുക്ക് വരാം. ഓക്കെ, ഒരു 55 to 60 കിട്ടുവാണെങ്കിൽ നിങ്ങൾ പ്രിലിംസ് ക്വാളിഫൈ ആയി. നിങ്ങൾ ടാർഗറ്റ് ഒരിക്കലും പ്രിലിംസിൽ 80+ നേടുകയോ പ്രിലിംസിൽ 90+ നേടുകയോ ആയിരിക്കരുത്. പ്രിലിംസിൽ നിങ്ങൾ അത്രയും നേടാൻ നോക്കുമ്പോൾ നിങ്ങൾ അത്രയും സമയം മിസ്സാവുന്നത് മെയിൻസിന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പ്രിലിംസ് കഴിഞ്ഞതോടെ നിങ്ങളുടെ റിയൽ എക്സാം സ്റ്റാർട്ട് ചെയ്യണം. ആ എക്സാമിന്റെ പേരാണ് മെയിൻസ്. ഓക്കെ,
നമുക്ക് നമ്മുടെ കയ്യിൽ പുതിയ രീതിയിലുള്ള ഒരു മെയിൻസ് പാറ്റേൺ ഉണ്ട്. അത് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നടന്നതാണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെ പേപ്പർ ടൂല് വരുന്ന ഇപ്പൊ പ്രത്യേകിച്ച് ഐഡിയാസ് ഒന്നുമില്ല. ഓക്കെ, പക്ഷെ നമുക്ക് മെയിൻസിനനുസരിച്ച് നമുക്ക് പേപ്പർ വൺ ഒരു രീതിയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് നമുക്ക് വരാൻ പോകുന്നത് എന്ന രീതിയിൽ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പ്രിലിംസും മെയിൻസും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 2.5 തൊട്ട് 3 മാസമാണ്. ഈ സമയത്തിനുള്ളിൽ മൊത്തം സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾക്കും പറ്റില്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നു, ഒരാൾക്കും പറ്റില്ല. അപ്പൊ എങ്ങനെയാ നമ്മൾ ചെയ്യുക? നമ്മൾ ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? പ്രിലിംസും മെയിൻസും ഒരുമിച്ച് പഠിക്കണം. സാർ എപ്പോ വരെ? ഓക്കെ, പ്രിലിംസ് എക്സാം വരുന്നതിന്റെ 1 മാസം മുമ്പ് വരെ നമ്മൾ പ്രിലിംസും മെയിൻസും ഒരുമിച്ച് പഠിക്കുന്നു. 1 മാസം, ആ 1 മാസം നമ്മൾ പ്രിലിംസിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. എന്നിട്ട് പ്രിലിംസ് നമ്മൾ ക്ലിയർ ചെയ്യുന്നു. നമുക്ക് വേണ്ടത് 55 ആണ്. നമ്മൾ ആ മാർക്ക് കിട്ടും. പ്രിലിംസ് ക്ലിയർ കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. എന്താണ് ആ സാറ്റിസ്ഫാക്ഷൻ? ഒരുപാട് പോർഷൻസ് നമ്മുടെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് റിവിഷൻ, കണ്ടിന്യൂസ് റിവിഷൻ. പിന്നെ ഏതൊക്കെയാണോ മിസ് ചെയ്തിരിക്കുന്നത് അത് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു? പഠിക്കുന്നു. ഈ രീതിയിൽ ചെയ്യുന്നതോടെ സിലബസ് നമ്മുടെ കംപ്ലീറ്റ് ആകും. എല്ലാ രീതിയിലും എല്ലാ സ്ഥലത്തും എങ്ങനെ ക്വസ്റ്റ്യൻ നമുക്ക് പഠിക്കാൻ പറ്റും. ഈ രീതിയിലല്ലാതെ ഇപ്പോൾ ഞാൻ പ്രിലിംസിന് പഠിക്കുന്നു, ഓക്കെ അല്ലേ? ഈ പ്രിലിംസ് കഴിയട്ടെ, എന്നിട്ട് എനിക്ക് കിട്ടട്ടെ, കിട്ടിക്കഴിഞ്ഞിട്ട് ഞാൻ മെയിൻസിന് പഠിക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ മെയിൻസിന് പോയി കഴിഞ്ഞാൽ അതേപോലെ എന്ത് ചെയ്യണം? തിരിച്ചു വരണം. വീണ്ടും അടുത്ത വർഷത്തെ പ്രിലിംസ് ആണ് നിൽക്കണം. അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുത്തരുത്. ഒറ്റ എക്സാം, സിംഗിൾ എക്സാം, നമ്മൾ ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകും. കിട്ടിയോ? കിട്ടി. അപ്പോ നമ്മളെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് ആയി ക്വാളിഫൈ ചെയ്യാമോ ഏതാ? മെയിൻസ് എക്സാം ആണ്. പ്രിലിംസിന്റെ കാര്യം മനസ്സിലായല്ലോ. ഇന്റർവ്യൂ, സാർ ഇപ്പൊ ഒരുപാട് സ്റ്റുഡൻസ് ഇന്റർവ്യൂ ഉണ്ട്, ആകെ പ്രോബ്ലം ആണ്, എങ്ങനെയാണ് ഇന്റർവ്യൂ നമുക്ക് അറിയില്ല. അതന്നെ എനിക്കും പറയാനുള്ളത്. എങ്ങനെ ഇന്റർവ്യൂ നമുക്ക് അറിയില്ല. ഓക്കെ, പാറ്റേൺ വരട്ടെ, നോട്ടിഫിക്കേഷൻ വരട്ടെ, SIയുടെ ഒക്കെ പോലെയാണോ നോക്കട്ടെ. അതിനെല്ലാം നമുക്ക് സമയമുണ്ട്. ഇപ്പൊ നിങ്ങൾ വെറി ചെയ്യേണ്ടത് രണ്ട് കാര്യത്തിലാണ്. ഒന്ന് പ്രിലിംസ്, ഒന്ന് മെയിൻസ്. അതിൽ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് മെയിൻസിലാണ്. ബിക്കോസ് നമ്മുടെ ഗെയിം ചേഞ്ചർ എന്ന് പറയണത് അത് ആരായിരിക്കും? മെയിൻസ് ആയിരിക്കും. ഞാൻ വീണ്ടും പറയുന്നു, ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളുടെ ജോബ് ഡിപ്പെൻഡ് ചെയ്തിരിക്കാൻ പോകുന്നത് മെയിൻസിലാണ്, പ്രിലിംസിലാണ്. കിട്ടിയെന്ന് വിചാരിക്കും. നമ്മൾ ആദ്യത്തെ 3 കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു, ഓക്കെ അല്ലേ? അണ്ടർസ്റ്റാൻഡിങ് ദ എക്സാം, എന്താണ് പ്രിലിംസ്, പ്രിലിംസിന്റെ ഇമ്പോർട്ടൻസ്. രണ്ടാമത്തെ എന്താണ് മെയിൻസ്, എങ്ങനെയാണ് നമ്മൾ അതിൽ ക്വാളിഫൈ ചെയ്യേണ്ടത്, എന്താണ് മെയിൻസിന്റെ ഇമ്പോർട്ടൻസ്. മൂന്നാമത്തെ ഇന്റർവ്യൂ. ഇനി നമ്മൾ കോമ്പറ്റീഷൻ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആരുമായിട്ടാണ് നിങ്ങൾ കോമ്പറ്റ് ചെയ്യാൻ പോകുന്നത്? ഓക്കെ അല്ലെ? എല്ലാ PSC ആസ്പിരന്റുമായിട്ട് കോമ്പറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എല്ലാ UPSC ആസ്പിരന്റുമായിട്ട് നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. SSC ആസ്പിരന്റായിട്ട് നിങ്ങൾ കോമ്പറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. SSC ഇപ്പോഴും പഴയ രീതിയിൽ തന്നെയാണ്. ഓക്കെ, അവിടെ മഗ്ഗിങ് അപ്പ്, അതായത് കാണാപ്പണം പഠിക്കുന്നത്, ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നത്, മാത്സ്, ഇംഗ്ലീഷ് ഒക്കെ, റീസണിംഗ് ഒക്കെ നന്നായി പഠിക്കുന്നത്, അതൊക്കെ ഇപ്പോഴും വർക്ക് ചെയ്യും. നല്ല രീതിയിൽ കൂടണം. അവർ പാറ്റേണിൽ വലിയ ചേഞ്ചസ് ഒന്നും മാറ്റിയിട്ടില്ല. അപ്പൊ SSC ആസ്പിരൻസ് എന്ന് പറയുന്നത് അവർക്ക് സിലബസും കുറെ വ്യത്യാസമുണ്ട്. അപ്പൊ SSC ആസ്പിരൻസ് എന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ഇപ്പോൾ പുതിയ രീതിയിലുള്ള PSC ആസ്പിരൻസിന് ഒരു കോമ്പറ്റീഷനേ അല്ല. ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു, PSC ആസ്പിരൻസ് ഒരു കോമ്പറ്റീഷനേ അല്ല. രണ്ട് കാര്യം: ഒന്ന്, സിലബസ് ഡിഫറെന്റ് ഉണ്ട്. രണ്ട്, ആ പഠിക്കുന്ന രീതി വ്യത്യാസമാണ്. ഓൾഡ് PSC മെത്തേഡ് പോലെയാണ് നമുക്ക് അതിൽ പഠിക്കേണ്ട കാര്യങ്ങൾ. ക്ലിയർ? ക്ലിയർ. ഇനി രണ്ടാമത്തെ കാര്യം, UPSC ആസ്പിരൻസ് ഒരു കോമ്പറ്റീഷൻ ആണോ? അതെ. സാർ അവിടെ എല്ലാം നമ്മളല്ലോ എഴുതി വെച്ചിരിക്കുന്നത്. എല്ലാ UPSC ആസ്പിരൻസും നിങ്ങൾക്ക് കോമ്പറ്റീഷൻ അല്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടാവും UPSC മെത്തേഡിലാണ് പഠിക്കേണ്ടത്, UPSC ആസ്പിരന്റ് കോമ്പറ്റീഷൻ ആയിട്ട് വരും. യെസ്, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഒരു UPSC എഴുതുന്ന അല്ലെങ്കിൽ സിവിൽ സർവീസ് പരീക്ഷ എഴുതുന്ന ഒരു ആസ്പിരന്റിനോട് ചോദിക്കുക, അവർ പ്രിലിംസ് ആണോ പ്രിപ്പയർ ചെയ്തത്, മെയിൻസ് ആണോ എന്നുള്ളത്. 95% പേരും പറയാം മെയിൻസിനായിരിക്കും. എന്ന് വെച്ചാൽ പ്രിലിംസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ പ്രിലിംസ് പോലെ തന്നെ ക്വാളിഫയിങ് എക്സാം ആണ്. അതിലൊരു 50-55 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ കയറി. അവർക്ക് പിന്നെ വേണ്ടത് മെയിൻസിൽ എഴുതലാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇരുന്ന് അവർ എഴുതണം. ആ എഴുതാനുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വേണം. അതിനാണ് അവർ പഠിക്കുക. അങ്ങനെ പഠിക്കുന്ന ഒരാൾക്ക് ഈ PSCയിൽ വന്നിട്ടുള്ള
അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ സിവിക്സ് അല്ലെങ്കിൽ ആർട്സ് അല്ലെങ്കിൽ എക്കണോമിക്സ് അല്ലെങ്കിൽ മലയാളം ഒക്കെ അല്ലെ, ഇങ്ങനെയുള്ള ഒരുപാട് ഭാഗങ്ങളൊന്നും പഠിക്കാൻ അവർ സമയം ഉണ്ടാവില്ല. സാറോ ഇതൊക്കെ അവർ പഠിച്ചു വന്നാലോ, എന്നാൽ അവരുടെ സിവിൽ സർവീസ് മെയിൻസ് എന്ത് ചെയ്യും, നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരു മിനിറ്റ് കൂടി വേസ്റ്റ് ചെയ്താണ് അവർ എന്ത് ചെയ്യുക, പഠിക്കുക. അപ്പൊ ആരാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ? ഇനി അതിൽ എത്തിപ്പെടാതെ ഇപ്പൊ UPSC 1-2 വർഷമൊക്കെ എഴുതി ഓക്കെ ആണല്ലോ, ഇനിയിപ്പോ നമുക്ക് PSCയിലോട്ട് പോകാം എന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ. ഓക്കെ, എല്ലാ PSC ആസ്പിറൻസും ഉണ്ടോ? ഇല്ല. എന്തൊക്കെ മാറിയാലും ഓൾഡ് പാറ്റേണിൽ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഓക്കെ, അവർക്ക് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നാം. ഓക്കെ, പക്ഷെ അവർ ഈ ഒരു എക്സാമിൽ, ഈ പുതിയ രീതിയിലുള്ള ഈ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിൽ ഒരു കോമ്പറ്റീഷനാണ്, ആസ് ലോങ് ആസ് അവർ ആ പഠിക്കുന്ന രീതി മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ നിങ്ങളുടെ കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞാൽ ആരാണ്? അതായത് ഒരു പർട്ടിക്കുലർ എയിമോടെ, ഇവിടുത്തെ എയിം എന്താ? സെക്രട്ടറി അസിസ്റ്റന്റ്. എനിക്ക് സെക്രട്ടറി അസിസ്റ്റന്റ് വേണം. അതിനുവേണ്ടി ഞാൻ പേപ്പർ 1ഉം പേപ്പർ 2ഉം പഠിക്കുന്നുണ്ട്, പ്രിലിംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട്. ന്യൂ PSC പാറ്റേൺ അനുസരിച്ച് ഞാൻ മനസ്സിലാക്കിയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഡെയിലി അനാലിസിസിലൂടെയാണ് ഞാൻ പഠിക്കുക. ഞാൻ കാണാപ്പാഠം പഠിക്കില്ല. തത്തമ്മയെ പൂച്ച പൂച്ചയല്ല എന്റെ കാര്യം. ഓക്കെ അല്ലെ? ഞാൻ എല്ലാം മനസ്സിലാക്കിയിട്ടാണ് പഠിക്കുക എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അത് ഏകദേശം ഒരു 10,000 പേരേ ഉള്ളൂ. സോ 10,000 പേര്, ഏകദേശം ഒരു 10,000 പേര് മാത്രമേ ഉള്ളൂ. നിങ്ങൾ എല്ലാ ഡിഗ്രി പ്രിലിംസും ക്വാളിഫൈ ചെയ്യുന്ന ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുക. ഓക്കെ അല്ലെ? അതിൽ ഇതിനേക്കാളും കൂടുതലുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, മാത്സ്, ഇംഗ്ലീഷ്, മലയാളം അവിടെ ഒരു വലിയ ഫാക്ടറാണ് ഡിഗ്രി പ്രിലിംസിൽ. മെയിൻസിൽ വരുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. പർട്ടിക്കുലർലി ഇപ്പോ നടക്കാൻ പോകുന്ന ഈ മെയിൻസിൽ വരുമ്പോൾ എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. ആരാണോ നന്നായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ എക്സാമിന്, അവര് മാത്രമേ ഉള്ളൂ കോമ്പറ്റീഷൻ. അപ്പൊ കോമ്പറ്റീഷൻ 2 ലക്ഷം, 3 ലക്ഷം, 5 ലക്ഷം ഒന്നും ഇല്ല. ഓക്കെ അല്ലെ? ഒരു 10,000-ന്റെ അടുത്താണ് നിങ്ങൾക്കുള്ള കോമ്പറ്റീഷൻ. ഈ 10,000-ൽ നിന്ന് 1,000 പേരുള്ള ലിസ്റ്റിൽ വരിക എന്നത് മാത്രമാണ് എക്സാം. നിങ്ങൾക്ക് വേണ്ടത് ഒരേ ഒരു സീറ്റാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് എന്റെ കോമ്പറ്റീഷൻ. ഇവരെല്ലാവരും നന്നായി പഠിക്കുന്നവരാണ്, പുതിയ പാറ്റേൺ അറിഞ്ഞ് പഠിക്കുന്നവരാണ്. ഇവരെനിക്ക് എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് എനിക്ക് ടോപ്പ് ആവണം എന്ന് മാത്രമേ ആലോചിക്കേണ്ട കാര്യമുള്ളൂ. 2 ലക്ഷം പേര് എഴുതിക്കോട്ടെ, 5 ലക്ഷം പേര് എഴുതിക്കോട്ടെ, എത്ര വേണമെങ്കിൽ എഴുതിക്കോട്ടെ, ഇതാണ് നിങ്ങളുടെ കോമ്പറ്റീഷൻ. ഐ തിങ്ക് അണ്ടർസ്റ്റാൻഡ്. അപ്പൊ രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ് നമ്മൾ എന്ത്, എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത്? ഓക്കെ, സോറി, ആരാണ് കോമ്പറ്റീഷൻ. ഇനി അടുത്ത കാര്യം, എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പുതിയ രീതിയിൽ പഠിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിവിധ സ്റ്റൈൽ എടുക്കും. ഓൾഡ് PSC സ്റ്റൈൽ, പഴയ PSC സ്റ്റൈൽ പഠിക്കാം. അത് വർക്ക് ആവില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. ഓക്കെ അല്ലെ? ഇനി ആ സാധനം വർക്ക് ആവില്ല എന്ന് എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. പുതിയ രീതിയിലാണ് വർക്ക് ആവേണ്ടത്. എന്നാ പിന്നെ സാർ UPSC ലെവലിൽ അങ്ങോട്ട് പഠിച്ചു തുടങ്ങണം. ഓക്കെ ഫൈൻ. ഇനി എന്താണ് UPSC? ഫുൾ UPSC കോച്ചിങ് എടുക്കാൻ പോകുന്നു, UPSCയുടെ കാര്യങ്ങൾ നോക്കുന്നു, എല്ലാം UPSC. വേണ്ട സാർ, വേണ്ട സാർ. ഒരുപാട് പേര് അങ്ങനെയൊക്കെ ചെയ്യണം, വേണം എന്നൊക്കെ പറയുന്നുണ്ട്. അവര് പറയുന്ന കാര്യം മനസ്സിലാക്കുക. ആ ഒരു തിങ്കിങ് ലെവൽ, അതായത് കാണാപ്പാഠം പഠിക്കലല്ല, അണ്ടർസ്റ്റാൻഡിങ് തിങ്കിങ് ലെവലാണ് വേണമെന്ന് പറയുന്നത്. അപ്പോ ഇതിന് നമ്മുടെ PSC എക്സാം ഇപ്പോ ഔട്ട്സ്റ്റാൻഡിങ് ആയി നിൽക്കുന്നുണ്ട്. ഓക്കെ സാർ, ഔട്ട്സ്റ്റാൻഡിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് SSC പോലെ അല്ല PSC എക്സാം. അതിനേക്കാളും നല്ല ബെറ്റർ ആയിട്ട്, ക്വാളിറ്റി ആയിട്ട് എക്സാം നടത്താൻ വേണ്ടി ഇപ്പൊ അവർ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ UPSC പോലെ എഴുതാനുള്ള ഒന്നുമില്ല. അത് KS-ലൊക്കെ എക്സാം വരുന്ന സമയത്ത് അത് മാത്രമേ ഉള്ളൂ. എല്ലാം മൾട്ടിപ്പിൾ ചോയ്സ് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഇതിനു വേണ്ടി നമുക്ക് നമ്മുടെ PSC ഒരു മോഡൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്, കേരള PSC മോഡൽ. അത് എങ്ങനെയാന്നുള്ളത് ഞാൻ എൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിട്ടുണ്ട്, KPSM, കേരള PSC സ്റ്റഡി മോഡൽ. ഓക്കെ അല്ലെ? അതായത് അതിൽ കേരളം ഞാൻ മാറ്റി എന്താക്കി, കിരൺസ് ന്യൂ PSC സ്റ്റഡി മോഡൽ. എങ്ങനെയാണ് നമ്മൾ ഈ എക്സാമിന് പഠിക്കാൻ വേണ്ടി പോകുന്നത്, അതാണ് നമ്മളോട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലായോ? അതിനു വേണ്ടിയിട്ട് ഈ KPSM-ല് കിരണിന്റെ PSC സ്റ്റഡി മോഡലിൽ 3 കാര്യങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ടോപ്പിക്സിനെ ഡിവൈഡ് ചെയ്യുന്നു. സബ്ജക്ട്സിനല്ല, ടോപ്പിക്സിനെ. പ്രിലിംസ്, മെയിൻസ്, പ്രിലിംസ് പ്ലസ് മെയിൻസ്. അതായത് നമ്മളൊരു ടോപ്പിക് എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ, ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ എടുത്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ, മൗലികാവകാശം. അതിൽ നിന്ന് പ്രിലിംസിന് ക്വസ്റ്റ്യൻ വരിക വെച്ച് നിങ്ങൾ എന്ത് പറയും? യെസ്. മെയിൻസിന് ക്വസ്റ്റ്യൻ വരിക വെച്ച് നിങ്ങൾ എന്ത് പറയും? യെസ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ മൗലിക അവകാശത്തെ നമ്മൾ ഏത് വിഭാഗത്തിൽ ഇടുക? പ്രിലിംസ് പ്ലസ് മെയിൻസ്. ഓക്കെ, ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. സയൻസ് ഞാൻ പഠിച്ചു,
സയൻസ് പഠിച്ചതുകൊണ്ട് എനിക്ക് പ്രിലിംസിൽ യാതൊരു പ്രയോജനവും ഇല്ല. കാരണം പ്രിലിംസിൽ എന്ത് വരുന്നില്ല? സയൻസ് വരുന്നില്ല. സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ട്. പക്ഷെ കൂടുതലും ടെക്നോളജി കോൺസെൻട്രേറ്റഡ് ആണ് എക്സാം വരുന്നത്. ഓക്കെ, അപ്പൊ എനിക്ക് സയൻസ് പ്രധാനമായിട്ട്, സയൻസ് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇല്ലേ, അത് പ്രധാനമായിട്ട് എനിക്ക് എവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്? മെയിൻസിന്. അപ്പോൾ നമ്മൾ ടോപ്പിക്കിനെയും സബ്ജക്ട്സിനെയും എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നു? പ്രിലിംസിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്, മെയിൻസിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഒരു സബ്ജക്ട് പഠിച്ചു കഴിഞ്ഞാൽ, ഒരു ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ അത് പ്രിലിംസിനും മെയിൻസിനും ഉപകാരപ്പെടുന്നത്. ഇങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, പോയിന്റ് നമ്പർ 2. ഈ ടോപ്പിക്കിൽ SCERT-യിലും NCERT-യിലും അവർ മെൻഷൻ ചെയ്യാത്ത കാര്യം ഉണ്ട്. ഉറപ്പായിട്ടുണ്ടാവും, ഉറപ്പായിട്ടുണ്ട്. അങ്ങനെ നമുക്ക് SCERT NCERT അരിച്ചു പെറുക്കി, ഓക്കെ അല്ലെ, ഈ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും ഞാൻ എന്ത് ചെയ്തു? പെറുക്കിയെടുത്തു. എന്നിട്ടും എനിക്ക് അതിലെന്ത് കാണാനില്ല? ആ ടോപ്പിക് കാണാനില്ല. സാർ ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുമോ? കേരളത്തിലെ ആരോഗ്യ പദ്ധതികൾ NCERT-യിൽ SCERT ഒന്നും കാണാനില്ല. അങ്ങനെയാണെങ്കിൽ അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കുക. സോഴ്സ് എന്താ എവിടെ കണ്ടുപിടിക്കേണ്ടത്? അതൊരു ഗവൺമെന്റ് ഡോക്യുമെന്റ് ആയിരിക്കും. ആ സോഴ്സ് എന്ന് പറയുന്നത് 100% എന്തായിരിക്കും? ഗവൺമെന്റ് ഡോക്യുമെന്റ് ആയിരിക്കും. സാർ എന്തൊക്കെയോ കിട്ടുന്നുണ്ട്, പക്ഷെ കുറെ ഡൗട്ട് ഉണ്ട്. നമ്മളിത് വീണ്ടും ഡിസ്കസ് ചെയ്യേ ഒരു 5 മിനിറ്റിനുള്ളിൽ. ഓക്കെ, എന്നിട്ട് ആ സിലബസ് നിന്ന് സെലക്റ്റീവ് സ്റ്റഡി നടത്തും. സെലക്റ്റീവ് സ്റ്റഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സിലബസിലുള്ള എല്ലാ ഭാഗവും ഡീറ്റെയിൽ ആയി പഠിക്കാതെ ഏതൊക്കെ ഭാഗമാണോ ഡീറ്റെയിൽ ആയി പഠിച്ചാൽ എനിക്ക് മാർക്ക് കിട്ടുന്നത് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഞാൻ അതിനെ മാറ്റും. സാർ ഇതൊക്കെ ഞങ്ങൾക്ക് എങ്ങനെ അറിയാം? അതിനല്ലേ ഞാനുള്ളത്. ഇത്രയും കാലം നിങ്ങൾക്ക് ഞാൻ അതന്നല്ലേ പറഞ്ഞു തന്നത്. അതേ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? സെക്രട്ടറി അസിസ്റ്റന്റിന് വേണ്ടി ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ ടോപ്പിക് സെലക്ഷൻ, എന്തൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്, എവിടെ നിന്നൊക്കെയാണ് സോഴ്സ് എന്നുള്ള കാര്യം നമ്മൾ എന്ത് ചെയ്യും? ഇനി വരാൻ പോകുന്ന എല്ലാ ദിവസങ്ങളിലും അതിന്റെ ഡിസ്കഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. കിട്ടി ഓക്കെ അല്ലേ? അപ്പൊ ഒന്ന്, എന്താണ് മെത്തേഡ്? KPS. എന്താ മെത്തേഡിന്റെ പേരെന്താ? കിരൺസ് ന്യൂ PSC സ്റ്റഡി മോഡൽ. ഓക്കെ, അത് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം എന്താ? ഒന്ന്, ടോപ്പിക്സ് നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്യും. ഒന്ന് പ്രിലിംസിനുള്ളത്, 2 മെയിൻസിനുള്ളത്, 3 പ്രിലിംസിനും മെയിൻസിനും ഉപകാരപ്പെട്ടത്. രണ്ടാമത്തെ പോയിന്റ്, എന്നിട്ട് നമ്മൾ ഉടനെ SCERT NCERT എന്ത് ചെയ്യും? ബുക്ക് നോക്കും. ബുക്ക് നോക്കി എന്ത് ചെയ്തു? അരിച്ചു പെറുക്കി. അവിടെ എന്ത് കിട്ടുന്നില്ല? ആ ടോപ്പിക് കിട്ടുന്നില്ല. നോ പ്രോബ്ലം. സെക്കൻഡ് സ്റ്റെപ്പ്, നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? സോഴ്സ് ഐഡന്റിഫൈ ചെയ്യും. അത് എവിടെ തന്നെ ആയിരിക്കണം? ഒരു ഗവൺമെന്റ് ഡോക്യുമെന്റ് തന്നെ ആയിരിക്കണം. ഓക്കെ അല്ലേ? അല്ലാതെ ഏതെങ്കിലും ഒരു വെബ്സൈറ്റ്, ഏതെങ്കിലും ഒരു ബുക്ക്, അങ്ങനെയല്ല. അതൊരു ഗവൺമെന്റ് ഡോക്യുമെന്റ് ആയിരിക്കണം. 3, നമ്മൾ സെലക്റ്റീവ് ആയിട്ട് സ്റ്റഡി നടത്തുന്നതിന് വേണ്ടിയിട്ട്, മാക്സിമം മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഇതാണ് KPSM മെത്തേഡിലെ കാര്യം. സാർ ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരണം, ഇങ്ങനെ ഒന്നും പറയാൻ നമുക്ക് മനസ്സിലായില്ല. നോ പ്രോബ്ലം, ദാ എക്സ്പ്ലനേഷൻ. ഓക്കെ അല്ലേ? ഇപ്പൊ പ്രിലിംസിന് ഡിഗ്രി അല്ല നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. GDP, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, നമ്മുടെ മൊത്തം എന്താ നമ്മുടെ ഇന്ത്യയുടെ എന്താണ് പറയുന്നത്? വരുമാനം, ദേശീയ വരുമാനം. RBIയും അതിന്റെ മോണിറ്ററി പോളിസിയും. ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ നമുക്ക് പ്രധാനമായിട്ട് എവിടെയാ കാണുന്നത്? പ്രിലിംസിലാണ് കാണുന്നത്. മെയിൻസിൽ ഇവയുടെ നമ്പർ എന്താണ്? വളരെ കുറവാണ്, അല്ലെങ്കിൽ 0. അപ്പൊ ഈ ടോപ്പിക് നമ്മൾ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം? പ്രിലിംസിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. അതുപോലൊരു ടോപ്പിക്കാണ് എമർജൻസി. അതുപോലൊരു പാർട്ടാണ്, സബ്ജക്റ്റ് ആണ് എന്ത്? സയൻസ് ആൻഡ് ടെക്നോളജി. ഇതെല്ലാം പഠിച്ചത് കൊണ്ട് നിങ്ങൾക്ക് എന്തിലാണ് ഗുണം ഉണ്ടാവുക? പ്രിലിംസിലാണ് ഗുണം ഉണ്ടാവുക. സാർ ഇങ്ങനെ ഒന്നും അല്ല, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തോളൂ. നിങ്ങളുടെ അടുത്ത് ഇതുവരെ 2021 തൊട്ട് 2024 വരെ നടന്ന പ്രിലിംസും മെയിൻസും എല്ലാം ഉണ്ട്. ഓക്കെ അല്ലേ? അതെല്ലാം നോക്കിയിട്ട് എന്ത് ചെയ്യുക? അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. മനസ്സിലായോ? മനസ്സിലായി. ഓക്കെ അല്ലേ? ഇനി അടുത്തത് മെയിൻസിന്. സയൻസ് പഠിച്ചുകൊണ്ട് നമുക്ക് എവിടെ ഉപകാരമില്ല? പ്രിലിംസിൽ ഉപകാരമില്ല. നമുക്ക് എവിടെ ഉപകാരം വരാൻ പോകുന്നത്? മെയിൻസില്. ഓക്കെ, CGI. ഓക്കെ, അത് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയി പോയി. ഓക്കെ അല്ലെ? CAG അല്ലെങ്കിൽ CGI, ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ എന്താ? കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ, CAG. രണ്ടും നമുക്ക് അവിടെ എഴുതാം. ഇവരൊക്കെ നമുക്ക് എവിടെയാ വരിക? മെയിൻസിലാണ് കൂടുതലായിട്ട് വരിക. സാർ ഞങ്ങൾ വിശ്വസിക്കില്ല. നോ പ്രോബ്ലം, ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കിക്കോളൂ. അനലൈസ് എല്ലാം ചെയ്തതിനു ശേഷമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ പറയുന്നത്. ക്ലിയർ? SC/ST കമ്മീഷൻ, OBC കമ്മീഷൻ, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ നമുക്ക് എവിടെ വരാൻ സാധ്യതയുള്ളതാ? മെയിൻസിൽ വരാൻ സാധ്യതയുള്ളത്. അങ്ങനെയാണെങ്കിൽ പ്രിലിംസ് പ്ലസ് മെയിൻസിൽ എന്താ സാർ ഉപകരിക്കാൻ പോകുന്നത്? ഇംഗ്ലീഷ്, മലയാളം, മാത്സ്. അത് എല്ലാത്തിലും ഇല്ലേ? 1ൽ 50, 1ൽ 30.
മൗലികാവകാശം മെയിൻസിലും ഉണ്ടാവും പ്രിലിംസിലും ഉണ്ടാവും. നിർദ്ദേശതത്വം മെയിൻസിലും ഉണ്ടാവും പ്രിലിംസിലും ഉണ്ടാവും. എർത്ത് സ്ട്രക്ചർ, ഭൂമിയുടെ ഘടന മെയിൻസിലും ഉണ്ടാവും പ്രിലിംസിലും ഉണ്ടാവും. സാർ ഇത് മാത്രമേ ഉള്ളൂ? ഇത് മാത്രമല്ല, ഞാൻ എക്സാമ്പിളിന് പറഞ്ഞു തന്നാണ്. ഓക്കെ അല്ലേ? ഇനി വരാൻ പോകുന്ന നമ്മുടെ വീഡിയോസിലും നമ്മുടെ ചാനലിലും നമ്മൾ എന്ത് ചെയ്യും? ഇതിനനുസരിച്ച് നമ്മൾ ടൈം ടേബിൾ ഇടും. ഇതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും? എന്താണ് പഠിക്കേണ്ടതെന്ന് ഇടും. അതിന് എന്താണ് സ്ട്രാറ്റജി എന്നാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. കിട്ടി. ഇത് ഇങ്ങനെ ഡിവൈഡ് ചെയ്തതിനു ശേഷം നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നു. സർ മൺഡേ ടു സൺഡേ ഡിഫറെന്റ് ടൈം ടേബിൾ, മോർണിംഗ്, ഈവനിങ്, ആഫ്റ്റർനൂൺ എല്ലാം എനിക്ക് എന്ത് ചെയ്യണം? വേണം. ഡേറ്റ് അതൊന്നുമില്ല. ഓക്കെ അല്ലേ? ആദ്യത്തെ ദിവസം പ്രിലിംസ്, രണ്ടാമത്തെ ദിവസം മെയിൻസ്, മൂന്നാമത്തെ ദിവസം പ്രിലിംസ് പ്ലസ് മെയിൻസ്. അതിൽ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം എന്ത് ചെയ്യും? ഇൻക്ലൂഡ് ആണ്. ഇതാണ് നമ്മുടെ ടൈം ടേബിൾ. ഇതിനേക്കാളും കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുന്നില്ല? ടൈം ടേബിൾ എടുക്കില്ല. അപ്പോൾ ടോപ്പിക്കിനെ ഡിവൈഡ് ചെയ്തു രണ്ടെന്നും. യെസ്. ആദ്യ ദിവസം നമ്മൾ എന്തിനു പഠിക്കും? പ്രിലിമിന്. രണ്ടാമത്തെ ദിവസം നമ്മൾ എന്തിനു പഠിക്കും? മെയിനിന്. മൂന്നാമത്തെ ദിവസം നമ്മൾ എന്ത് പഠിക്കും? പ്രിലിംസിനും മെയിനിനും. എന്നിട്ട് എപ്പോ വരെ? പ്രിലിംസിന്റെ ഒരു മാസം മുമ്പ് വരെ. ഒരു മാസം മൊത്തം നമ്മൾ എന്താ ചെയ്യാൻ പോണത്? കംപ്ലീറ്റ് റിവിഷൻ. എന്തെങ്കിലും നമ്മുടെ ഈ ടോപ്പിക് നമ്മൾ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അത് പഠിക്കും. അതല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷണൽ ആണെന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇപ്പൊ എന്തൊക്കെ ടോപ്പിക് പഠിക്കണമെന്ന് കൃത്യമായിട്ട് അറിയാം. അത് മാത്രം പഠിച്ചാൽ പോരെ? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഏത് ടോപ്പിക് എന്ത് തീർക്കണം എന്നുള്ള ആ കൺഫ്യൂഷൻ മൊത്തം എന്ത് ചെയ്തു? മാറിക്കിട്ടി. നിങ്ങളൊരു ഹോം മേക്കർ ആണ്. ഓക്കെ അല്ലേ? ഒരു വീട്ടമ്മയാണ്. നിങ്ങൾക്ക് എന്ത് പഠിക്കണം എന്നുള്ള ഐഡിയ കിട്ടിയില്ലേ? ആകെ മൂന്ന് സംഭവമുള്ളൂ. സോ അതിലൊരു സാധനം വീട്ടിട്ടുണ്ട്. അതിന്റെ പേരാണ് എന്ത്? കറണ്ട് അഫയർ. കറണ്ട് അഫയർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് സ്ട്രാറ്റജി പറയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഫൈൻ. നമ്മുടെ ചാനലിൽ ഓൾറെഡി കറണ്ട് അഫയറിന്റെ സ്ട്രാറ്റജി ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യും. 2025 അപ്ഡേറ്റ് ചേർന്നോടെ. കിട്ടി. ഓക്കെ അല്ലേ? അത് നമ്മൾ സൺഡേ നോക്കും. കഴിഞ്ഞു നമ്മുടെ ടൈം ടേബിൾ. പ്രത്യേകിച്ച് വേറെ ഒന്നും എന്തില്ല, ടൈം ടേബിൾ ഇല്ല. ഇങ്ങനെ ടൈം ടേബിൾ വരുമ്പോ നിങ്ങൾക്ക് എന്ത് വരും? ആ ടോപ്പിക് എല്ലാം നിങ്ങൾ ടിക്ക് ചെയ്യുന്നു. അപ്പൊ കോൺഫിഡൻസ് കൂടുന്നു. ഓക്കെ, യെസ്, ഇത്രയും ടോപ്പിക് എന്ത് ചെയ്തു? തീർന്നു. എന്നിട്ട് നിങ്ങൾ വീണ്ടും പ്രിലിംസിന്റെ മെയിൻസിന്റെ ക്വസ്റ്റ് പേപ്പർ എന്ത് ചെയ്യുന്നു? മോഡൽ ക്വസ്റ്റ് പേപ്പറും വന്ന ക്വസ്റ്റ് പേപ്പർ PYQs ഒക്കെ ചെയ്ത് നോക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. അപ്പോഴാണ് കോൺഫിഡൻസ് കൂടുക. ഓക്കെ സാർ, എല്ലാ കാര്യവും പഠിച്ചില്ല, ഗൈഡ് മുഴുവൻ എന്ത് ചെയ്തിട്ടില്ല? കംപ്ലീറ്റ് ചെയ്തില്ല. SCERT മുഴുവൻ എന്ത് ചെയ്തിട്ടില്ല? വായിച്ചിട്ടില്ല. NCERT മുഴുവൻ എന്ത് ചെയ്തിട്ടില്ല? വായിച്ചിട്ടില്ല. നോ പ്രോബ്ലം. എന്താണ് വായിക്കേണ്ടതെന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കിയിട്ട് വായിക്കുക. അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. കിട്ടിയാ? ഓക്കെ ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്ത് പറഞ്ഞ്? ഓക്കെ അല്ലെ? ഇവിടെ സ്ട്രാറ്റജി എന്തായിരുന്നു? പോയിന്റ് നമ്പർ 2 എന്തായിരുന്നു? സോഴ്സ് കണ്ടുപിടിക്കുക. സോഴ്സ് എന്തായിരിക്കും? ഒരു ഗവൺമെന്റ് ഡോക്യുമെന്റ് ആയിരിക്കും എന്നുള്ളത്. അതിന് പ്രൂഫ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസും കൊണ്ടുവന്നിട്ടുണ്ട്. സോ ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണോ? അതൊന്നും ചെയ്യാൻ പോകണില്ല. ഈ ക്വസ്റ്റ്യൻസും അതിന്റെ സോഴ്സ് ഞാൻ എന്ത് ചെയ്യും? കാണിച്ചു തരും. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇഷ്യൂസ് വാസ് നോട്ട് കൺസിഡേർഡ് ആസ് ദ പ്രൈം ഒബ്ജക്റ്റീവ്സ് ഓഫ് നീതി ആയോഗ് എന്നാണ് ക്വസ്റ്റ്യൻ. നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേപ്പർ 2 വന്ന ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലെ? നീതി ആയോഗ് നിങ്ങൾ SCERTയിലും NCERTയിലും ചുറ്റി വരും നോക്കിയ 2 വരി കിട്ടും. ഇതൊന്നും അവിടെ കാണുന്നില്ല. ഓക്കെ അല്ലെ? അങ്ങനെ കാണുന്നില്ലെങ്കിൽ തോന്നക്കൽ പഞ്ചായത്തിലെ ഓരോ അരിയും അരിച്ചു പെറുക്കിയിട്ടും കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞത്? ഗവൺമെന്റ് ഡോക്യുമെന്റ് എന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതെ, ദാ പിടിച്ചോ ഗവൺമെന്റ് ഡോക്യുമെന്റ്. ഓക്കെ അല്ലെ? നീതി ആയോഗിന്റെ വെബ്സൈറ്റ് ഗവൺമെന്റ് വെബ്സൈറ്റ് ആണോ? അതെ. ഓക്കെ അല്ലെ? അതില് അവരുടെ ഒബ്ജക്റ്റീവ്സ് എടുക്കുക. ഇവിടെ എഴുതിയിരിക്കുന്ന ഒന്നാമത്തെ ഒബ്ജക്റ്റീവ്സ് വായിച്ച് ടു ഇവോൾവ് എ ഷെയർഡ് വിഷൻ ഓഫ് നാഷണൽ ഡെവലപ്മെന്റ് പ്രയോറിറ്റീസ്, സെക്ടേഴ്സ് ആൻഡ് സ്ട്രാറ്റജീസ് വിത്ത് ദ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് ഓഫ് സ്റ്റേറ്റ്സ്. അതാണ് എഴുതിയിരിക്കുന്നത്. ഇനി ക്വസ്റ്റ്യൻ വായിച്ചേ. To evolve a shared vision of national development priorities, sectors and strategies with the active involvement of states. അവിടെ എന്താണോ എഴുതിയിരിക്കുന്നത് അത് അതേപോലെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്? അതെ. അപ്പൊ നിങ്ങൾക്ക് ഞാൻ പറയുന്നത് എന്താണെന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അതായത് SCERT NCERT വായിച്ച് കിട്ടുന്നില്ലെങ്കിൽ ഇതിന്റെ സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കുന്നു. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് തന്നെ എവിടെ വരും? എക്സാമിന് വരും. അത് തന്നെ എക്സാമിന് കാണുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷം ഒന്ന് വേറെ തന്നെയല്ലേ? ഓക്കെ അല്ലേ? മോനെ, മനസ്സിൽ ലഡ്ഡു പൊട്ടില്ലേ? ലഡ്ഡു പൊട്ടണം. ഓക്കെ അല്ലേ? ആ ലഡ്ഡു പൊട്ടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ബി
രണ്ടാമത്തെ വായിച്ചേ, ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം ത്രൂ സ്ട്രക്ചേർഡ് സപ്പോർട്ട് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് മെക്കാനിസം വിത്ത് ദ സ്റ്റേറ്റ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് റെക്കഗ്നൈസിംഗ് ദാറ്റ് സ്ട്രോങ് സ്റ്റേറ്റ് മേക്ക് എ സ്ട്രോങ് നേഷൻ. ഇവിടത്തെ വായിച്ചേ, ടു ഫോസ്റ്റർ കോപ്പറേറ്റീവ് ഫെഡറലിസം ത്രൂ സ്ട്രക്ചേർഡ് സപ്പോർട്ട് ഇനീഷ്യേറ്റീവ്സ് ആൻഡ് മെക്കാനിസം വിത്ത് ദ സ്റ്റേറ്റ്സ് ഓൺ എ കണ്ടിന്യൂസ് ബേസിസ് റെക്കഗ്നൈസിംഗ് ദാറ്റ് സ്ട്രോങ് സ്റ്റേറ്റ് മേക്ക് എ സ്ട്രോങ് നേഷൻ. അവിടെ എന്താണോ എഴുതി വെച്ചത് അതേപോലെ എന്ത് ചെയ്തു, എഴുതി വെച്ചു. സോഴ്സ് കിട്ടിയോ? ഇനി ഈ സോഴ്സ് കാണിച്ചു തരാൻ വേണ്ടി മാത്രം നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ഡി, ഓക്കെ അല്ലേ? ടു എൻഷുർ. അവിടത്തെ നാലാമത്തെ നോക്കിയേ, ടു എൻഷുർ ഓൺ ഏരിയാസ് ദാറ്റ് ആർ സ്പെസിഫിക്കലി റെഫേർഡ് ടു ഇറ്റ് ദാറ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ നാഷണൽ സെക്യൂരിറ്റി. അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? അതെ, അതേ തന്നെയല്ലേ ഇവിടെ എഴുതിയിരിക്കുന്നത്. ഒരു വാക്കുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഇല്ല. വ്യത്യാസമുള്ളത് ഏതാ? സി. അങ്ങനെ നിങ്ങൾ ഏത് ടിക്ക് ചെയ്യും? സി ടിക്ക് ചെയ്യും. മനസ്സിലായോ? ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ കിരൺസ് PSC സ്റ്റഡി പ്ലാൻ മെത്തേഡ്, ഓക്കെ അല്ലേ? അതിൽ പോയിന്റ് നമ്പർ 2 മനസ്സിലായോ? എന്തുകൊണ്ടാ അത് പറഞ്ഞു എന്ന് മനസ്സിലായോ? കാര്യങ്ങൾ കിട്ടിയോ? ഓക്കെ അല്ലേ? കാര്യങ്ങൾ കിട്ടണം. പുതിയ രീതി, പുതിയ മെത്തേഡ്, സ്മാർട്ട് പ്ലാൻ. ഓക്കെ, എന്താണോ പഠിക്കേണ്ടത് അത് കൃത്യമായി കണ്ടുപിടിച്ച് പഠിക്കുക. അപ്പോൾ ഇത് കാണുന്ന കുറെ പേര്, സാർ ഇതൊക്കെ ഞങ്ങൾ എവിടെന്നാ അറിയുക, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല, ഞങ്ങൾക്ക് ഒന്നും നോക്കാൻ പറ്റുന്നില്ല. അതിനല്ലേ മക്കളെ ഞാനുള്ളത്, ഓക്കെ അല്ലേ? ഇത്രയും കാലം എൻ്റെ ചാനലിൽ ഇതൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്തില്ലേ, ഇനിയും ഞാൻ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾക്ക് ഒരേ ഒരു പണിയേ ഉള്ളൂ, എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ, പഠിക്കുക, റാങ്ക് നേടുക. അല്ലാതെ വേറൊരു പണിയും ഇല്ല, എന്തില്ല, നിങ്ങൾക്കില്ല. എന്തൊക്കെയാണോ വേണ്ടത്, എന്തൊക്കെയാണോ എക്സാം വേണ്ടത്, എന്താണോ നിങ്ങൾക്ക് റാങ്ക് നേടാൻ വേണ്ടി വേണ്ടത്, ഞാൻ വീണ്ടും പറയുന്നു, എന്താണോ നിങ്ങൾക്ക് റാങ്ക് നേടാൻ വേണ്ടി വേണ്ടത് അത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? ഡൺ അല്ലേ? കിട്ടിയ? അപ്പോൾ ആൻസർ സി ആണ്. സി. ഓക്കെ, ഇനി അടുത്തത്. ഓക്കെ, LSTS പേപ്പർ 2 വന്ന ക്വസ്റ്റ്യൻ, കേരള ഡെവലപ്മെന്റ് പ്ലാൻ പഞ്ചായത്ത് രാജ് ആക്ട് 1992 11th 5-year പ്ലാൻ. ഇത്രയും കണ്ടല്ലോ. ഓക്കെ, എന്നിട്ട് ഇവിടെ റിപ്പോർട്ട് നോക്കിയേ, ഗവൺമെന്റ് ഓഫ് കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിന്റെ 14th 5-year പ്ലാനിന്റെ റിപ്പോർട്ട്. ഗവൺമെന്റിന്റെ റിപ്പോർട്ടാണോ? അതെ. അതിൽ എഴുതി വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളൊന്നും നോക്കാവോ? ഓക്കെ അല്ലേ? എന്താണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്? ഡീസെൻട്രലൈസ് പ്ലാനിംഗ് വാസ് ലോഞ്ച്ഡ് ഓൺ 1994. ഓക്കെ അല്ലേ? കേരള ഡെവലപ്ഡ് അണ്ടർ 10th 5-year പ്ലാൻ ഡീസെൻട്രലൈസ് പ്രോഗ്രാം of Kerala was restructured and renamed as Kerala Development Plan. 11th 5-year plan, People's Planning. ഈ സംഭവം തന്നെയാണോ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്? എന്തെങ്കിലും മാറ്റമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ മനസ്സിലായോ? ഇത് UPSC സ്റ്റഡി പാറ്റേൺ ഒന്നും അല്ല. അപ്പൊ എന്തുണ്ട്? PSCക്ക് ഒരു സ്റ്റഡി പാറ്റേൺ വന്നിട്ടുണ്ട്. അതാണ് കേരള PSC മോഡൽ. അത് തൽക്കാലത്തേക്ക് ഞാൻ എന്ത് ചെയ്തു? എന്റെ പേരിൽ ഇട്ടിട്ടുണ്ട്, ക്ഷമിക്ക്. ഓക്കെ അല്ലേ? കിരൺസ് PSC സ്റ്റഡി മോഡൽ. മനസ്സിലായോ? അപ്പൊ കാര്യം കിട്ടുന്നില്ലേ? ഉണ്ട്. ഇതിൽ എഴുതി വെച്ച അതേപോലല്ലേ അവിടെ 1994 വരെ എന്ത് വന്നു? 1992 വന്നു. അപ്പൊ നിങ്ങൾ ഏതാ ടിക്ക് ചെയ്യാൻ പോകുന്നത്? 1ഉം 3ഉം. ഓപ്ഷൻ സി. സോഴ്സ് കിട്ടിയോ? കിട്ടി. പഠിച്ചത് എന്താണോ, നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് തന്നെ എക്സാമിന് വരുമ്പോൾ കാണുന്ന സന്തോഷം എന്താ? ലഡ് പൊട്ടുക. നിങ്ങൾക്ക് മനസ്സിൽ എക്സാം ഹോള് ഫുൾ എന്തായിരിക്കും? ലഡ് പൊട്ടായിരിക്കും. ആ കാര്യമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നോക്കാൻ പോകുന്നത്. ദാ പിടിച്ചോ അടുത്തത്. ഓക്കെ അല്ലേ? 1961 പഞ്ചായത്ത് രാജ് ആക്ട് പാസ് ചെയ്തു. 1981 ഡിസ്ട്രിക്ട് കൗൺസിൽ എസ്റ്റാബ്ലിഷ് ചെയ്തു. പീപ്പിൾ പ്ലാൻമെന്റ് ക്യാമ്പയിൻ വാസ് സ്റ്റാർട്ടഡ് ഇൻ കേരള 2 years ആഫ്റ്റർ പാസിംഗ്. സെയിം സാധനം. ഓക്കെ അല്ലേ? ഇതാ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ 1961 സ്റ്റേറ്റ് അസംബ്ലി പാസ് കേരള പഞ്ചായത്ത് രാജ് ആക്ട്. ഓക്കെ അല്ലേ? 1987 ഡിസ്ട്രിക്ട് കൗൺസിൽ എന്തായി? കോൺസെൻട്രേറ്റ് ചെയ്തു. ഓക്കെ, അതിന്റെ താഴെ എന്താ എഴുതി വെച്ചിരിക്കുന്നത്? കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ് ദ കേരള പഞ്ചായത്ത് ആക്ട് 1994. 2 years later the government launched പീപ്പിൾസ് പ്ലാനിംഗ്. സെയിം സെന്റൻസ് ആണോ? ഓക്കെ അല്ലേ? സെയിം സംഭവം അല്ലേ? അതിൽ ഈ വർഷം മാത്രമല്ലേ മാറ്റിയിട്ടുള്ളൂ. ആൻസർ കിട്ടി. ഓക്കെ അല്ലേ? സാറ് ഒരുപാട് പേര് നമുക്ക് അയക്കുന്ന ചോദ്യമാണ്, സാർ ഇത് എവിടെന്നാ ഇവര് ക്വസ്റ്റ്യൻ ഇടുന്നത്? അതാണ് ഞാൻ എപ്പോഴും ചാനലിൽ പറയുന്നത്. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യുന്നു.
കിട്ടിയോ? കിട്ടി. അപ്പോ നിങ്ങൾ പ്ലാൻ മനസ്സിലാക്കി എന്താണ് സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റിനുള്ള നമ്മുടെ സ്ട്രാറ്റജി. ഓക്കെ അല്ലേ? കിരൺസ് PSC സ്റ്റഡി മോഡൽ. ഒന്ന്, ടോപ്പിക്കിൽ നമ്മൾ എന്ത് ചെയ്യും? പ്രിലിംസ്, മെയിൻസ്, പ്രിലിം പ്ലസ് മെയിൻസ് ഡിവൈഡ് ചെയ്യും. നമ്പർ 2, SCRTയിലും NCRTയിലും ഇല്ലാത്ത ടോപ്പിക് ആണെങ്കിൽ അതിന്റെ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യും? കണ്ടുപിടിക്കും. അത് എവിടെ നിന്നാണ്? ഗവൺമെന്റ് ഡോക്യുമെന്റ് ആയിരിക്കും. ഇനി വരാൻ പോകുന്ന പേപ്പർ 2ന്റെ എല്ലാ സോഴ്സ് നമ്മൾ കണ്ടുപിടിക്കും. ആ സോഴ്സ് നമ്മൾ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്യും. ആ സോഴ്സ് പ്രകാരം എന്ത് ചെയ്യുക? പഠിക്കുക. സെക്രട്ടറി അസിസ്റ്റന്റ് ടോപ്പ് ആവുക. കിട്ടി. എല്ലാം എടുത്തിട്ട് പഠിക്കലാണ് അല്ല. എന്തൊക്കെ പഠിക്കണം നോക്കി നമ്മൾ എന്ത് ചെയ്യും? സെലക്ടീവ് സ്റ്റഡി നടത്തും. കുറച്ച് പഠിച്ചിട്ട് മാക്സിമം എന്ത് ചെയ്യണം? മാർക്ക് വാങ്ങണം, ടോപ്പ് ആവണം. സ്റ്റേറ്റ് ഫസ്റ്റ് ആണ് എന്ത് നമ്മുടെ ലക്ഷ്യം. ഓക്കെ അല്ലേ? ഇത് ആദ്യമായി കാണുന്നവര് എന്റെ അമ്മ ഇയാളെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് തോന്നുന്നുണ്ടാവും. ഓക്കെ, എന്നെ ഞാൻ പഠിപ്പിക്കുന്ന എല്ലാ സ്റ്റുഡൻസും ഇത് കേട്ട് കേട്ട് തഴമ്പിച്ച കാര്യമാണ്. ഓക്കെ അല്ലേ? കാരണം എല്ലാ ക്ലാസ്സിലും ഞാൻ എന്ത് ചെയ്യുക? ഇതാണ് പറയാറുള്ളത്. കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോ ഇനി ബാക്കിയുള്ളത് എന്താ? സെലക്ടീവ് സ്റ്റഡി ടു ഗെറ്റ് മാക്സിമം മാർക്സ് കിട്ടാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പഠിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു വീക്ക്ലി ടൈം ടേബിൾ ഉണ്ടാക്കും. ആ ടൈം ടേബിൾ നമ്മൾ 3ആയി ഡിവൈഡ് ചെയ്യും. പ്രിലിംസിന് വേണ്ടിയുള്ളത്, മെയിൻസിന് വേണ്ടിയുള്ളത്, പ്രിലിംസ് പ്ലസ് മെയിൻസിന് വേണ്ടിയുള്ളത്. ഓക്കെ, നമുക്ക് ആകെ 3 ദിവസമല്ലേ ഉള്ളൂ. ഓക്കെ അല്ലേ? ഒന്ന് പ്രിലിം മെയിൻസ്, ഒന്ന് പ്രിലിംസ് പ്ലസ് മെയിൻസ്. ഇത്രയല്ലേ നമ്മുടെ കാര്യമുള്ളൂ. ആ കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? നോക്കുന്നു. വീക്ക്ലി ടൈം ടേബിൾ ഇടുന്നു. ആ ടൈം ടേബിൾ പ്രകാരമുള്ള കാര്യം വീക്ക് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? ക്ലിയർ ചെയ്യുന്നു. ഓക്കെ അല്ലേ? അതിനുള്ള ക്ലാസ്സസ് നമ്മൾ എന്ത് ചെയ്യും? ഈ ചാനലിൽ പ്രൊവൈഡ് ചെയ്യും. അതിനുള്ള നോട്ട്സ് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഉണ്ടാവും. കിട്ടി. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾ ആകെ ചെയ്യേണ്ടത് പഠിക്കുക, കൂടെ വരിക. ഓക്കെ ആണല്ലോ? ഫൈൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു PSC എക്സാം നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 3 കാര്യങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഹാർഡ് വർക്കാണ്. ഹാർഡ് വർക്ക് ഇല്ലാതെ ഒരു കാര്യം എന്തല്ല അച്ചീവബിൾ അല്ല. ഓക്കെ അല്ലേ? സ്മാർട്ട് വർക്ക്. അതിനാണ് KPSM പ്ലാൻ. ഓക്കെ അല്ലേ? KPSM പ്ലാൻ ഇപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്തില്ലേ? സ്മാർട്ട് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. മൂന്നാമത്തെ സംഭവം എന്താ? ലക്ക്. സർ ലക്ക് വേണം. ലക്ക് വേണം. ഓക്കെ അല്ലേ? അതിന് കാരണം എന്താ? PSC ഡിഫറെന്റ് സ്റ്റേജസിൽ ഡിഫറെന്റ് ലെവലായിട്ട് എക്സാം ഇടുക. ഒരു സ്റ്റേജ് എന്തായിരിക്കും? ഭയങ്കര എളുപ്പമായിരിക്കും. ഒരു സ്റ്റേജ് എന്തായിരിക്കും? എന്റെ അമ്മേ ഭയങ്കര കഷ്ടം, അങ്ങനെയായിരിക്കും. ഓക്കെ അല്ലേ? അത് നേരത്തെ പ്രശ്നം. ഇപ്പോഴത്തെ പ്രശ്നം എന്തായിരുന്നു? ഇപ്പൊ പുതിയ 2 വർഷമായിട്ടുള്ള പ്രശ്നം. ഓക്കെ അല്ലേ? എന്താണ്? കറക്റ്റ് ആൻസർ നമ്മൾ മാർക്ക് ചെയ്യുന്നു. ആൻസറും കറക്റ്റ് ആണ്, പക്ഷെ അവരെന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്തു. ഓക്കെ, എല്ലാ ക്വസ്റ്റിനും എന്തായി? ക്യാൻസൽ ആയി. എന്റെ മാർക്ക് എത്രയായിരുന്നു? 50 ഉണ്ടായിരുന്നു. 50 എത്ര കുറഞ്ഞ്? 44 കുറഞ്ഞു. സാർ ഇനി ഞങ്ങൾ എന്താ ചെയ്യാം? മനസ്സിലായില്ലേ? ഓക്കെ അല്ലേ? സോ 3 കാര്യം വേണം നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? PSC ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ലക്ക് നമ്മുടെ കയ്യിലല്ല, പക്ഷെ നമ്മൾ 1ഉം 2ഉം കറക്റ്റ് ആയി ചെയ്യുകയാണെങ്കിൽ ലക്ക് എന്ത് ചെയ്യും? നമ്മുടെ കൂടെ നിൽക്കും. അപ്പൊ ഒന്നാമത്തെ കാര്യം എന്താ? ഹാർഡ് വർക്ക്. രണ്ടാമത്തെ കാര്യം എന്താ? സ്മാർട്ട് വർക്ക്. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നു. മൂന്നാമത്തെ കാര്യം ലക്ക്. എന്തൊക്കെ വരട്ടെ, എത്ര ക്വസ്റ്റ്യൻ വേണമെങ്കിലും ക്യാൻസൽ ചെയ്യട്ടെ. ഓക്കെ അല്ലേ? എത്ര ഹാർഡ് ആയിട്ട് വേണമെങ്കിലും പേപ്പർ വരട്ടെ, നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടോപ്പ് ആവും. മനസ്സിലായോ? മനസ്സിലായി. സ്ട്രാറ്റജി കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി എന്തൊക്കെയാണ് നമ്മൾ ഈ ചാനലിൽ അടുത്ത വരുന്ന ദിവസങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്? ഓക്കെ അല്ലേ? വീക്ക്ലി സ്റ്റഡി പ്ലാൻ ഇടുന്നു പറഞ്ഞില്ലേ? ആ വീക്ക്ലി സ്റ്റഡി പ്ലാൻ എന്ത് ചെയ്യും? നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ചുമ്മാ സ്റ്റഡി പ്ലാനും സ്ട്രാറ്റജിയും മാത്രം ഡിസ്കസ് ചെയ്യാൻ മതിയോ? നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണ്ടേ? ഓക്കെ, അപ്പൊ പുതിയ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ ടോപ്പിക് ആയിട്ട് നമ്മൾ ഈ ചാനലിൽ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. PYQ ഡിസ്കസ് ചെയ്യും. എങ്ങനെയാണ് വരാൻ പോകുന്ന ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യും. മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഓക്കെ അല്ലേ? കറണ്ട് അഫയർ ഡിസ്കഷൻ ഉണ്ടാവും. നമ്മൾ ഈ സ്റ്റഡി പ്ലാൻ തന്നിട്ടുണ്ടല്ലോ, അത് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും? ടെസ്റ്റ് നമ്മൾ കവർ ചെയ്യും. ഓക്കെ, ഇപ്പോ കോമൺ സ്ട്രാറ്റജി അല്ലേ ആയിട്ടുള്ളൂ. ഇതിലൊരു കാര്യമില്ല. എന്താണ്? സെലക്ട് ചെയ്ത് പഠിക്കണം പറഞ്ഞില്ലേ? അത് നമുക്ക് എന്ത് ചെയ്യണം? സബ്ജക്ട് വൈസ് സ്ട്രാറ്റജി ഡിസ്കഷൻ വേണ്ടേ? കോൺസ്റ്റിറ്റ്യൂഷൻ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? ഓക്കെ, ജോഗ്രഫിന്ന് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? എക്കണോമിക്സ് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് സ്ട്രാറ്റജി സബ്ജക്ട് വൈസ് വേണ്ടേ? അതും എന്ത് ചെയ്യും? ഇനി വരുന്ന ദിവസങ്ങളിൽ ഇവിടെ ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ ഒരു ബേസിക് ആയ ഐഡിയ ലഭിച്ചു കാണും. എങ്ങനെയാണ് പുതിയ സിസ്റ്റത്തിൽ പഠിക്കേണ്ടതെന്ന് കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോ ഈ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഈ പുതിയ പാറ്റേണിൽ ഞങ്ങൾക്ക് പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ ഓക്കെ, ഈ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാം. ഈ യൂട്യൂബ് വീഡിയോ ഷെയർ ചെയ്യാം. ഓക്കെ, ലൈക്ക് ചെയ്യാം. അവിടെയുള്ള ബെൽ ഐക്കൺ എന്ത് ചെയ്യുന്നു? ഒന്ന് പ്രസ് ചെയ്യുന്നു. ഓക്കെ, ഫൈൻ. സോ എല്ലാവർക്കും ഇത് ക്ലാസ് കൊണ്ട് ഉപകാരം ഉണ്ടായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇതുപോലൊരു വീഡിയോ ആയിട്ട്
നമുക്ക് അടുത്തൊരു സെഷനിൽ കാണാം. ബൈ, ടേക്ക് കെയർ.